ആരാ? ഹര ഹര മഹാദേവ ശങ്കര ശംഭുവേ. മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. എന്താ വേണ്ടത്? ശിവഭക്തനായ ഒരു ഭിക്ഷാന്തേഹിയാണ് ഞാൻ. പുണ്യസ്ഥലങ്ങൾ തോറും അലഞ്ഞു നടന്ന് ജന്മം കഴിക്കുന്ന ഒരു സാധു. ധർമ്മം യാചിക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നെ ഹസ്തരേഖാശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് ആളുകളുടെ കൈനോക്കി ഫലം പറയും. അവർ തരുന്ന ദക്ഷിണയാണ് എന്റെ ഉപജീവന മാർഗം. അങ്ങയുടെ കൈനോക്കി അനുഭവിക്കുന്ന കാര്യങ്ങളും അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വിശദമായി പറഞ്ഞു തരാം. ക്ഷമിക്കണം, അങ്ങേപ്പോലെ ഈശ്വര സേവ ചെയ്ത് ഉപജീവനം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ അനുഭവിച്ചതും ഇനി അനുഭവിക്കാൻ പോകുന്നതും ഒന്നും അറിയാൻ അശേഷം താല്പര്യമില്ല. കയ്പും കണ്ണീരും നിറഞ്ഞതാണ് എൻ്റെ ജീവിതം. അതിന് ഈശ്വരൻ എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ. അത് മുൻകൂട്ടി അറിയാൻ തീരെ താല്പര്യമില്ല. തന്നെയുമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ എൻ്റെ കയ്യിൽ അതിനു വേണ്ടി വരുമാനവുമില്ല. കയ്യിലുള്ള കാശും കൊണ്ട് കഷ്ടിച്ചാണ് ഞാനും എൻ്റെ മോളൂടെ കഴിഞ്ഞുകൂടുന്നത്. ഈശ്വര പൂജയാണ് തൊഴിലായി സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? അതെ. എന്താ അങ്ങയുടെ പേര്? മഹേശൻ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. ദക്ഷിണയായിട്ടൊന്നും വേണ്ട. എന്നാലും അങ്ങയുടെ കൈ നോക്കി ചില കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, ഒന്നും അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ. എന്താ അച്ഛാ? ഏയ്, ഒന്നുമില്ല മോളെ. തിരുമേനിയുടെ മോളാണല്ലേ? അതെ. അച്ഛന്റെ കൈ നോക്കി ഞാൻ ഫലം പറയാമെന്ന് പറയായിരുന്നു മോളെ. അപ്പോ അച്ഛൻ അതിൽ താല്പര്യമില്ലെന്ന്. അതെന്താ അച്ഛാ? അതൊന്നും വേണ്ട മോളെ. ഈ ഉള്ളവന് എന്തെങ്കിലും ദക്ഷിണ തരണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. സൗജന്യമായിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും അച്ഛൻ സമ്മതിക്കുന്നില്ല. മോളൊന്ന് പറയൂ. ഈ സ്വാമി കൈ നോക്കട്ടെ അച്ഛാ. നമുക്ക് മനുഷ്യന്റെ കാര്യം എന്താവൂന്ന് അറിയാലോ. അത് വേണ്ട മോളെ. വേണോ അച്ഛാ? മനുഷ്യന്റെ അസുഖം മാറോ ഇല്ലേന്ന് സ്വാമി അച്ഛന്റെ കൈ നോക്കി പറയുമല്ലോ. മോളുടെ ആഗ്രഹമല്ലേ? അങ്ങ് ആ കൈയൊന്ന് കാണിക്കൂ. അങ്ങേക്ക് സന്താനമായിട്ട് ഒരു മകളേ ഉള്ളൂ, മകനില്ല. ശരിയല്ലേ? ശരിയാണ്. എന്താ കൈ മാറ്റിയത്? നീട്ടു. മകളെക്കുറിച്ച് അങ്ങയുടെ കൈ നോക്കി ഞാൻ പറയാം. വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിതിലൊന്നും താല്പര്യമില്ല. മോള് നിർബന്ധിച്ചപ്പോ നീട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ മകളെക്കുറിച്ചും അറിയാൻ താല്പര്യമില്ലേ? അച്ഛന്റെ കൈ നോക്കണ്ടെങ്കിൽ നോക്കണ്ട. എന്റെ കൈ നോക്കി സ്വാമി പറയൂ. എന്താ ഈ കൈ നോക്കാൻ പറ്റില്ലേ? എന്നാ ഈ കൈ നോക്ക്. അത് വേണ്ട മോളെ. മോളുടെ കയ്യിലെ രേഖകൾ തെളിയണമെങ്കിൽ മോൾക്ക് 9 വയസ്സ് കഴിയണം. എങ്കിലേ കൈ നോക്കി ഫലം പറയാൻ പറ്റൂ. എന്താ അച്ഛാ, എല്ലാരും എന്റെ 9 വയസ്സിനെ കുറിച്ചാണല്ലോ പറയുന്നേ. ഈ കൈനോട്ടക്കാരൻ സ്വാമിയും അത് തന്നെ പറഞ്ഞു. എന്താ അച്ഛാ അങ്ങനെ? ഒന്നുമില്ല. മോള് പാല് കുടിച്ചായിരുന്നോ? ഇല്ല അച്ഛാ. എന്നാ വേഗം പോയി അത് കുടിച്ചേ. ഇപ്പൊ തണുത്തിട്ടുണ്ടാവും. ഇളം ചൂടോടെ കുടിക്കേ. അകത്തേക്ക് ചെല്ലേ. ശരി അച്ഛാ. കുട്ടിക്ക് 9 വയസ്സ് വരെയേ ആയുസുള്ളൂ എന്ന് ആരെങ്കിലും മുൻപ് പറഞ്ഞിരുന്നുവോ? അവളുടെ ജാതത്തിൽ അതുണ്ട്.
ആ ജാതകഫലം അനുഭവിക്കാനുള്ള സമയമായി.